ഈ പെരുന്നാൾ ദിവസം കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംഗതി കുറച്ച് സെൻസിറ്റീവാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ബലിപ്പെരുന്നാളിൽ ഒരു പ്രധാന ആചാരമാണ് ബലി, മൃഗബലി എന്ന് പറയുന്നത്. മൃഗബലിയുടെ മതപരമായിട്ടുള്ള വശങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. അത് അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും ഒക്കെ ഈ സമുദായത്തിൽ തന്നെ ഉണ്ട്. അതിനവർക്ക് അവരുടേതായിട്ടുള്ള വാദങ്ങളുണ്ട്. ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഇന്ന് കണ്ടൊരു കാഴ്ച, ഇതെല്ലാ വർഷവും നമ്മളൊക്കെ പലരും കാണുന്നത് തന്നെയാണ്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ മനസ്സിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. ബലിയിറക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 പോത്തുകളെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉരുവിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു ഉരുവിനെ അത് നോക്കി നിൽക്കെ അറുത്തുകൊണ്ട് തൊലി പൊളിച്ച് അതിന്റെ പാർട്സുകൾ വേറെ ആക്കുന്നൊരു കാഴ്ച. മറ്റ് പോത്തുകൾ അത് നോക്കി നിൽക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസാചാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് നമുക്ക് അത് ന്യായീകരിക്കാം. പക്ഷെ ഒരു ജീവി എന്നുള്ള നിലക്ക്, മനുഷ്യനെ പോലെ തന്നെ ജീവനുള്ള ഒരു ജീവി എന്നുള്ള നിലക്ക് ആ പോത്തുകളുടെ ഒരവസ്ഥ ആലോചിക്കുമ്പോൾ അതൊരു വലിയ ക്രൂരതയായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്, നമുക്ക് തോന്നുന്നത്. അത് വിശ്വാസത്തിന്റെ ഭാഗമല്ലേ, അത് പിന്നെ അവരുടെ അവകാശമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കോളും. ഞാൻ പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയെ കുറിച്ചല്ല പറയുന്നത്. ഒരു ജീവിയോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ ഈ കാര്യത്തിലൊക്കെ കൈക്കൊള്ളേണ്ടത്. മൃഗബലി നടത്തുന്നതിനെ അല്ല ഞാൻ എതിർക്കുന്നത്. മൃഗബലി നടത്തുന്നവർ നടത്തിക്കോട്ടെ. പക്ഷെ വ്യക്തിപരമായിട്ട് മൃഗബലിയെ അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ. ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കോളും, അത് ഭക്ഷണത്തിന് വേണ്ടി എന്നുള്ള ഒരു കാരണം അവിടെ ഉണ്ട്. പക്ഷെ പുണ്യം കിട്ടുമെന്ന ഒരു മൂഢവിശ്വാസത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മൃഗങ്ങളെ അറുത്തു തള്ളുന്ന ഈ ഒരു വ്യവസ്ഥിതി, അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ പുണ്യം കിട്ടുന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാനുള്ള അവകാശം, സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ഈ ഒരു പ്രവാചക കൽപ്പനയെങ്കിലും, ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറുക്കരുത് എന്നുള്ള പ്രവാചക കൽപ്പനയെങ്കിലും മിനിമം ഫോളോ ചെയ്യാതെ പിന്നെ എന്ത് പുണ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇത് മനസ്സിലാവണമെങ്കിൽ ആ പോത്തുകളുടെ സ്ഥാനത്ത് 4 മനുഷ്യന്മാരെ നിർത്തണം. എന്നിട്ട് പോത്തുകൾക്ക് പകരം ഈ മനുഷ്യരെ ചെയ്യുമ്പോൾ ആ നോക്കി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഇതേ അവസ്ഥ തന്നെയാണ് മനുഷ്യരല്ലെങ്കിലും മനുഷ്യരെ പോലെ ജീവനുള്ള മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടാവുക എന്നുള്ള ഒരു മിനിമം ബോധത്തോടു കൂടിയായിരിക്കണം ഈ ബലികർമ്മം നടത്തേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഈ വിഷയവുമായിട്ട് പറയാനുള്ളത്.